രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഒരാളെങ്കിലും രാജ്യത്തുണ്ടാകണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമോ മുഖ്യമന്ത്രിക്കെതിരായ വികാരമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ഒരാളെങ്കിലും ആ പാർട്ടിയിൽ വേണം. അല്ലെങ്കിൽ അത് പറയാൻ ഒരു പാർട്ടിയെങ്കിലും ആ മുന്നണിയിൽ വേണം. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കി പറഞ്ഞതിനാൽ CPM-നുള്ളിലെ തിരുത്തലിന്റെ എല്ലാ സാധ്യതകളും അവസാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. കേരളത്തിലെ അടിസ്ഥാന വർഗമായ ജനവിഭാഗങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉറച്ചു നിന്ന് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങളുടെ അടിത്തറ ഭദ്രമാക്കുന്നതിൽ അവരെല്ലാം കൂട്ടായി ശ്രമിച്ചു. അവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യങ്ങളോടൊപ്പം നിന്നു. എന്നാൽ ഇങ്ങനെയല്ല CPIയുടെ സ്ഥിതി. ശക്തമായ ഭരണവിരുദ്ധ വികാരവും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളും തിരിച്ചടിയായെന്ന് CPI നേതൃയോഗങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വികാരമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ചെയ്തികൾ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടെന്നും CPI കണ്ടെത്തിയതാണ്. തനിക്ക് നേരെയും വിമർശനമുണ്ടായി എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് മാത്രം പരസ്യമായി കടക്കുന്നില്ല. എന്നും ലെഫ്റ്റിനെ, ഇടതുപക്ഷത്തെ സ്വാഭാവിക ബന്ധുക്കളായി കണ്ടുപോകുന്ന വിഭാഗമുണ്ട് കേരളത്തിൽ. ആ വിഭാഗങ്ങൾ ഞങ്ങളെ അതുപോലെ കാണുന്നുണ്ടോ? അകന്നു പോയിട്ടുണ്ടോ? അകന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? അതേപ്പറ്റി ഞങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സംഘടനാ പ്രക്രിയയാണ് തെറ്റുതിരുത്തൽ. ആ തെറ്റുതിരുത്തൽ യാത്രയിൽ ഈ ചോദ്യത്തിന് പ്രാധാന്യമേറെയുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെയും കൗൺസിലിൻ്റെയും ചർച്ചയിലും പൊതുവന്നിട്ടുണ്ട്. മൂന്നാം ഭരണമാണ് ലക്ഷ്യമെന്ന് ഇടതുമുന്നണി പ്രഖ്യാപിച്ചതാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് ആ മുന്നണിയിലെ ഒരു പാർട്ടിക്ക് തോന്നിയാൽ അത് പറയേണ്ടതല്ലേ? അത് പറയാൻ എന്താണ് തടസ്സം? സ്വന്തം പാർട്ടിയുടെ നേതൃയോഗം എടുത്ത തീരുമാനങ്ങളും വിലയിരുത്തലുകളും വിശദീകരിക്കാൻ നേതാക്കൾക്ക് ഭയക്കേണ്ടതുണ്ടോ? CPI സമീപകാലത്ത് മുന്നണിക്കുള്ളിൽ നടത്തിയ നീക്കങ്ങളെല്ലാം മുഖ്യമന്ത്രിക്കെതിരെ കൂടിയായിരുന്നു. PM ശ്രീ കരാറിൽ CPI വാളെടുത്തപ്പോൾ മുറിവേറ്റത് പിണറായി വിജയനായിരുന്നു. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയെന്ന വിവാദവും ചെന്ന് പതിക്കുന്നത് പിണറായിയിൽ തന്നെ. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന CPIയുടെ കണ്ടെത്തലും മുഖ്യമന്ത്രിക്കുള്ള കുറ്റപത്രമാണ്. ഇത്രയും ഘടകങ്ങൾ എതിരാണെന്ന് സ്വയം വിലയിരുത്തുന്ന CPIക്ക് പിണറായി വിജയനെ മുൻനിർത്തി മൂന്നാം ഭരണം നേടാമെന്ന് പ്രതീക്ഷയുണ്ടോ? അല്ലെങ്കിൽ CPIക്ക് മറ്റെന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? ഒരു നേതൃമാറ്റം CPI ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുവെങ്കിലും അത് പറയാൻ കഴിയാത്ത സാഹചര്യമാണോ നിങ്ങളുടെ മുന്നണിയിൽ? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കാൻ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു നേതാവിനെ CPM കണ്ടെത്തുമോ? നേതൃമാറ്റം ഉണ്ടാകുമോ? ഈ ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്നെ ഇന്ന് ചോദിച്ചു. മാറ്റത്തിന് സാധ്യതയുണ്ടെന്നോ ഇല്ലെന്നോ മുഖ്യമന്ത്രി പറഞ്ഞില്ല. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിന്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. അത് ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല. ഞങ്ങളൊരു പൊതുരീതി ഞാൻ പറഞ്ഞു. പൊതുവെ ഞങ്ങൾ അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ പൊതുരീതി.